ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് നമുക്ക് വളങ്ങളൊക്കെ വാങ്ങിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ ലോക്ക്ഡൗൺ സമയത്ത് നടാവുന്ന കൃഷികളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എല്ലാമൊക്കെ നട്ടു വെച്ചിട്ട് നമുക്ക് വളമില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കുഴഞ്ഞു പോകും അല്ലേ. അപ്പോൾ നമുക്ക് പുറത്തോട്ടൊന്നും ഇറങ്ങാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് വീട്ടിൽ നമ്മൾ വേസ്റ്റാക്കി കളയുന്നതായ സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് വളങ്ങളും കീടനാശിനികളും ഒക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളെല്ലാവരും വീട്ടിൽ സേഫായിട്ടിരിക്കുക. കഴിവിൻ്റെ പരമാവധി പുറത്ത് ഇറങ്ങി നടക്കാതിരിക്കുക. അത്യാവശ്യത്തിന് വേണ്ടി മാത്രമേ പോകാവൂ. ഈ ബാക്കിയുള്ള സമയമൊക്കെ നമ്മുടെ പറമ്പിൽ തന്നെ നമുക്ക് വേണ്ടുന്നതായ ജോലികളൊക്കെ ഉണ്ടല്ലോ. അത്യാവശ്യം വേണ്ടതായ കൃഷികൾ, പച്ചക്കറി കൃഷികളൊക്കെ നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കുക. ഒരു 10 മരക്കമ്പെങ്കിലും നിങ്ങൾ നട്ടുപിടിപ്പിച്ചാൽ നമുക്ക് ഇതേപോലെയുള്ളതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ അത് പറിച്ച് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്ത്, ഈ ക്വാറൻറ്റൈനിലൊക്കെ ഇരിക്കുന്നതായ സമയത്തൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ നട്ടതായ പച്ചക്കറികളൊക്കെ നമ്മുടെ മുറ്റത്ത് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊക്കെ ഇല്ലാതെ നമുക്ക് കുറച്ച് കാലമൊക്കെ പിടിച്ച് നിൽക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ പിന്നെയും ഇങ്ങനെ നട്ടുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി ഉള്ള കാലം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് കൃഷി ചെയ്തെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യത്തെ വളപ്രയോഗം എന്ന് പറയുന്നത്, നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന ഒന്നാണ്. കടല ഇരിപ്പുണ്ട്, അതുപോലെ ഉഴുന്നിരിപ്പുണ്ട്, അതുപോലെ ചെറുപയർ ഇരിപ്പുണ്ട്. ഇതെല്ലാം നമ്മൾ ഓരോ പിടി വീതം എടുത്തിട്ട് നമ്മളെന്താ വേണമെന്നറിയാമോ, അത് നമ്മുടെ ഒരു വെള്ളത്തിനകത്ത് അല്ലെങ്കിൽ പുളിച്ച കഞ്ഞിവെള്ളത്തിനകത്ത് ഇട്ട് വെച്ചിട്ട് ഒരു 2-3 ദിവസം അത് ഇട്ട് വെച്ചിരിക്കുക. അത് നല്ലോണം കുതിർന്ന് വരുമ്പോൾ നമ്മളത് മിക്സിയിൽ അരച്ചിട്ട് അത് നമ്മുടെ ഡൈല്യൂട്ട് ചെയ്ത് എല്ലാ ചെടികൾക്കും നമ്മൾ ഒഴിച്ചു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, അതുപോലെ നമ്മൾ സ്ലറിയൊക്കെ ഉണ്ടാക്കുമല്ലോ, ആ ഗുണമായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളിതും ചെയ്ത് നോക്കുക. ഇത് മൂന്നും നമ്മൾ സെപ്പറേറ്റ് കഴുകുന്ന വെള്ളം എന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യാനൊക്കെ നമ്മൾ എടുക്കുമല്ലോ, ഉഴുന്നും പയറും കടലയൊക്കെ എടുക്കുമല്ലോ. അപ്പോൾ ആ വെള്ളമൊന്നും നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയരുത്. മുട്ട പുഴുങ്ങുന്ന വെള്ളം, ഇതൊന്നും നമ്മൾ വെറുതെ പാഴാക്കി കളയരുത്. അതൊക്കെ നമ്മുടെ ചെടികൾക്ക് വളരെയധികം ഗുണം ചെയ്യും. ഇതിനകത്തിട്ട് ഈ കഞ്ഞിവെള്ളത്തിലിട്ട് കുതിർത്ത് 3 ദിവസം വെച്ചിരുന്നാൽ മതി. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സിയിൽ നമ്മൾ ഈ പയറെടുത്ത് നരച്ച് എടുക്കാമെന്നുണ്ടെങ്കിൽ, ഇത് മൂന്നും കൂടെ നരച്ചെടുക്കാമെന്നുണ്ടെങ്കിൽ, എന്നിട്ട് ഡൈല്യൂട്ട് ചെയ്ത് ഒഴിക്കാമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു വളമാണ്. അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ഈ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. എല്ലാവരുടെയും ടിന്നൊക്കെ തുറന്ന് നോക്കിയാൽ കടല കാണും, ചെറുപയർ കാണും, ഉഴുന്ന് കാണും. ഇതൊക്കെ ഒന്ന് തുറന്ന് നോക്കുക. എന്നിട്ട് ആ പാട്ടകളൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ആവശ്യമില്ലാത്തൊക്കെ എടുത്ത് മാറ്റിയിട്ട് ആ ടിന്നുകളൊക്കെ ഒന്ന് കഴുകി വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളതായ വളങ്ങളും ആവും. നമ്മുടെ കിച്ചണിലെ പാത്രങ്ങൾ നല്ല വൃത്തിയായിട്ട് ഇരിക്കും. അടുത്തെന്ന് പറഞ്ഞാൽ, നമ്മുടെ കിച്ചണിലെ വേസ്റ്റായിട്ട് നമ്മൾ കളയുന്നതായ ഉള്ളിത്തൊലി, മുട്ടത്തോട്, തേയിലക്കൊന്ത്, ഈ പഴങ്ങളുടെ തൊലി, പഴത്തിൻ്റെ തൊലി, എല്ലാ പഴങ്ങളുടെയും വേണമെന്ന് ഞാൻ പറഞ്ഞില്ല, പഴത്തിൻ്റെ തൊലി, ഇത് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ഈ മുളകിൻ്റെയൊക്കെ മൂട്ടിൽ ചുവട്ടിൽ നിന്ന് സ്വല്പം മാറ്റി നമ്മൾ കൊണ്ടിട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിലോ അത് നല്ല രീതിയിൽ വളർന്നു വരികയും നല്ല പച്ചപ്പൊടി നിൽക്കുകയും നമുക്ക് ഇഷ്ടം പോലെ മുളകും ഒക്കെ അതിനകത്ത് നിന്ന് കിട്ടും. അത് മുളകിന് മാത്രമല്ല, എല്ലാത്തിനും അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇത് നമ്മൾ ഉപയോഗിക്കുന്നതായ തേയില കൊന്തൊക്കെ നമ്മൾ ചായ ഇട്ട് കഴിഞ്ഞിട്ട് അതേപോലെ നമ്മളങ്ങ് ഇടാതെ നമ്മളത് പൈപ്പിൻ്റെ കീഴിൽ വെച്ചിട്ട് അതിൻ്റെ മധുരവും പാലിൻ്റെ അംശവും കഴുകി കളഞ്ഞതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഉറുമ്പിൻ്റെയൊക്കെ ശല്യം ഉണ്ടാവും. അതുപോലെ ഈ മുട്ടത്തോട് നല്ലതുപോലെ പൊടിച്ചതിന് ശേഷം നമ്മൾ ചെടിക്കൊക്കെ ഇടാനായിട്ട് ശ്രമിക്കുക. ഈ വേസ്റ്റ് നമ്മുടെ മുളകിന് ഏറ്റവും നല്ലതാണ്. അടുത്തെന്ന് പറയുന്നത് കഞ്ഞിവെള്ളത്തിനകത്ത് കഞ്ഞിവെള്ളം പുളിപ്പിച്ച് അതിനകത്ത് നമ്മൾ കടലപ്പിണ്ണാക്കൊക്കെ ഇട്ട് പുളിപ്പിച്ചൊക്കെ ഒഴിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കടലപ്പിണ്ണാക്ക് ഇപ്പം വാങ്ങിക്കാൻ നിവർത്തിയില്ലാത്തതുകൊണ്ട് കഞ്ഞിവെള്ളത്തിനകത്ത് നമ്മുടെ വീട്ടിൽ എപ്പോഴും സുലഭമായിട്ട് ഉള്ള ഒന്നാണ് ഈ കഞ്ഞിവെള്ളം എന്ന് പറയുന്നത്. അത് പുളിപ്പിച്ചിട്ട് അതിനകത്ത് ചാരം കൂടി ഇട്ടിട്ട്, നമ്മൾ അടുപ്പിൽ നിന്ന് വരുന്നതായ ചാരം ഇട്ടിട്ട് നമ്മൾ കലക്കി നമ്മുടെ ചെടികൾക്ക്, മുളകിനോ പയറിനോ ഏത് പച്ചക്കറികൾക്കും നമുക്ക് ഉപയോഗിക്കാൻ നല്ലതാണ്. ഇപ്പോൾ കഞ്ഞിവെള്ളം ചാരവും, പുളിച്ച കഞ്ഞിവെള്ളമാണ്, കഞ്ഞിവെള്ളത്തിനകത്ത് ചാരം ഇട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് സെപ്പറേറ്റായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ചാരം നമുക്ക് വേറെ ഇടാം. എല്ലാത്തിനും വളരെയധികം ഗുണം ചെയ്യുന്നതാണ് ഈ വളങ്ങൾ. ചീരയ്ക്ക് ഉപയോഗിക്കണമെന്നില്ല, ചീരയ്ക്ക് ചാരം ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഈ കഞ്ഞിവെള്ളം ഒഴിക്കുന്നത് നല്ലതാണ് കേട്ടോ ചീരയ്ക്ക്. അപ്പം അതും നമുക്ക് വളരെയധികം പ്രയോജനപ്പെടുത്തിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ നമ്മൾ കഴിച്ചിട്ട് അത് വെറുതെ വേസ്റ്റാക്കി കളയാതെ അതൊരു കുപ്പിക്കകത്തോ എല്ലാം നമ്മൾ കുപ്പിക്കകത്തോ കരത്തിനകത്തോ എങ്ങനെ വേണം നമ്മൾ ഇട്ട് വെക്കാം. അത് അടച്ചിങ്ങനെ സൂക്ഷിച്ച് വെച്ചിരുന്നാൽ അത് അഴുകുന്ന വെള്ളം ഉണ്ടല്ലോ, അത് ഡൈല്യൂട്ട് ചെയ്ത് നമ്മുടെ ചെടികൾക്കൊക്കെ ഉപയോഗിച്ചാൽ വളരെയധികം പൂക്കളും കായകളും ഒക്കെ ഉണ്ടാകുന്നതായിരിക്കും. അപ്പം ചെടികൾക്കാണെങ്കിൽ, റോസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളതൊന്ന് ചെയ്ത് നോക്കാം.
ഇത് ഓറഞ്ച് തൊലി. ഇതിൻ്റെ വെള്ളം നമ്മൾ പിന്നെ തീരുന്നതിനനുസരിച്ച് നമുക്കതിനകത്ത് ഒഴിച്ച് വെച്ചുകൊണ്ടേ ഇരിക്കാം. ഓറഞ്ചിൻ്റെ തൊലിയും ഇട്ട് വയ്ക്കാം. മുരടിച്ച് നിൽക്കുന്ന റോസിനൊക്കെ ഏറ്റവും നല്ലതാണ്. ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ നേരത്തെ ഇട്ടിട്ടുള്ളതാണ്, കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അതുപോലെ നമ്മുടെ വെണ്ടയിലൊക്കെ ദ്രുതവാട്ടമൊക്കെ ഉണ്ടാകുന്നതിന് ഞാൻ നേരത്തെ അതിൻ്റെ വീഡിയോ കൊടുത്തിട്ടുണ്ട്. വീഡിയോ നമ്മൾ ഇട്ടതാണ്. അതിനകത്ത് കഞ്ഞിവെള്ളത്തിനകത്ത് വെളുത്തുള്ളി ചതച്ചിട്ടിട്ട് അത് ഡൈല്യൂട്ട് ചെയ്ത് നമ്മുടെ ഈ വാടി നിൽക്കുന്നതായ വെണ്ടയ്ക്കയ്ക്ക് നമ്മൾ തളിക്കുകയെന്നുണ്ടെങ്കിലുണ്ടല്ലോ അത് പിന്നെ നഷ്ടപ്പെട്ടു പോകാതെ നമുക്ക് അത് ജീവനോടെ നമുക്ക് തിരിച്ചു കിട്ടുന്നതായിരിക്കും. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുത്തേക്കാം, അതൊന്ന് കണ്ടു നോക്കാം. അതുപോലെ തന്നെ നമ്മൾ സവാളയുടെ തൊലിയുണ്ട്, അതുപോലെ തന്നെ ചെറിയ ഉള്ളിയുടെ തൊലി ഒക്കെ നമ്മളൊരു കുപ്പിക്കകത്തിട്ട് ഇങ്ങനെ വെച്ചേക്കണം. എന്നിട്ട് അതിനകത്ത് ഒരു കുടം വെളുത്തുള്ളിയും കൂടെ ചതച്ച് അതിനകത്ത് ഇട്ടേക്കണം. എന്നിട്ട് ഒരു 5-6 കാന്താരിയും കൂടെ ചതച്ച് അതിനകത്ത് ഇട്ടിരുന്നാൽ അത് നമുക്ക് നല്ലൊരു കീടനാശിനിയായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇപ്പം എന്തെങ്കിലുമൊക്കെ കീടശല്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് സ്പ്രേ ചെയ്താൽ നമ്മുടെ ചെടികൾക്കൊക്കെ നല്ലൊരു മാറ്റം ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കുപ്പിക്കകത്ത് നമ്മൾ ഇടുമ്പോൾ ഉണ്ടതിൽ നമുക്ക് ഇതിനകത്ത് ഹോൾ ഉണ്ടാക്കിയാൽ മതി. ഇപ്പം നമ്മൾ നല്ലതുപോലെ ഒന്ന് ഷേക്ക് ചെയ്തതിന് ശേഷം ഈ വെളുത്തുള്ളി എല്ലാം കൂടി ഇതിനകത്ത് ചതച്ചിടണം. ആദ്യം എന്ന് പറഞ്ഞാൽ വെളുത്തുള്ളിയും കാന്താരിയും കൂടി ഇതിനകത്ത് ചതച്ചിട്ടതിന് ശേഷം നല്ലതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന നേരം ഒന്ന് ഷേക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു 5-6 ഹോൾ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഈ പിന്നെ കീടങ്ങളൊക്കെ ഉള്ള ചെടിക്കകത്തൊക്കെ നമുക്ക് തളിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. വെള്ളീച്ചയും ഉറുമ്പും ഒക്കെ ഉള്ളതിനകത്ത് തളിച്ചു കൊടുത്താൽ നല്ല പ്രയോജനം കിട്ടുന്നതായിരിക്കും. അടുത്ത കീടനാശിനി എന്ന് വെച്ചാൽ നമ്മളെ പിന്നെ പപ്പായ ഉണ്ടല്ലോ, പച്ചപ്പപ്പായയും പച്ചപ്പപ്പായയുടെ പിന്നെ ഇലയും കൂടെ നമ്മൾ കൊത്തി അരിഞ്ഞ് നമ്മളൊരു ഇതിനകത്ത് ഒരു കുപ്പിക്കകത്ത് ഇട്ട് വെച്ചിരുന്നിട്ട് ഒരു 2-3 ദിവസം കഴിയുമ്പോൾ അത് പിഴിഞ്ഞെടുത്തിട്ട് സ്പ്രേ ചെയ്താലും ആ വെള്ളം ഡൈല്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ചെടികൾക്ക് സ്പ്രേ ചെയ്താലും ഒരു പരിധി വരെ നമുക്ക് ഈ കീടങ്ങളെയൊക്കെ നമുക്ക് ഒരു പരിധി വരെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും. അപ്പം നമ്മുടെ കിച്ചണിലുണ്ടാകുന്ന എല്ലാ വേസ്റ്റുകളും നമുക്ക് കമ്പോസ്റ്റാക്കി മാറ്റാനായിട്ട് സാധിക്കും. ഇപ്പം അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണം. അതുപോലെ നിങ്ങൾ കമ്പോസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഇടാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ പറമ്പിലെ കരിയിലകൾ, പച്ചിലകൾ എല്ലാം നമുക്ക് വളം തന്നെയാണ്. അതെല്ലാം നമ്മൾ ഒരിടത്ത് കൂട്ടിയിട്ടിരുന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ WDC ഒഴിക്കുകയോ അല്ലെങ്കിൽ ചാണകം വാരിയിടുകയോ ഇച്ചിരി മണ്ണ് വാരിയിടുകയോ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ടിരുന്നാൽ ആ കരിയില എല്ലാം അവിടെ കിടന്ന് പൊടിഞ്ഞ് നമുക്ക് നല്ല വളമായിട്ട് മാറിക്കിട്ടും. പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ പിന്നെ ഗോമൂത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കീടനാശിനിയാണ്. ചെടികൾക്കൊക്കെ തളിച്ചു കൊടുക്കാൻ ഏറ്റവും നല്ലതാണ്. ചുവട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കാൻ നേർപ്പിച്ച് വേണം അത് ഒഴിക്കാനായിട്ട്. നമ്മൾ നല്ലൊരു കുപ്പിക്കകത്ത് കൊണ്ടൊന്ന് ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിരുന്നാൽ മതി. ഇതും നല്ലൊരു കീടനാശിനിയായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മുടെ തൊഴുത്തൊക്കെ കഴുകുന്നതായ വെള്ളം, നമ്മുടെ പശുവിനെ ആടിനെയൊക്കെ കെട്ടുന്നതായ സ്ഥലത്ത് നമ്മൾ കഴുകുമല്ലോ, ആ വെള്ളമൊക്കെ നമ്മൾ കളയാതെ പിന്നെ നമ്മൾ ഓരോ ചെടികളുടെയും ചുവട്ടിലൊഴിച്ച് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ആ ചെടികളൊക്കെ തഴച്ചായിരിക്കും വളർന്നു കയറി വരുന്നത്. അത് നിങ്ങൾ ഒന്ന് ഒഴിച്ചു നോക്കണം, എങ്കിൽ മാത്രമേ അതിൻ്റെ മാറ്റങ്ങൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം നമ്മൾ തൊഴുത്ത് കഴുകുന്നത് പിന്നെ ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിരുന്നാൽ നമുക്ക് ചെടികൾക്ക് ഉപയോഗിക്കാം. അവിടെ ഇങ്ങനെ വെറുതെ അത് കഴുകി അങ്ങ് വിടാതെ നമ്മളൊരു ബക്കറ്റ് വെച്ച് കൊടുത്തിരുന്നാൽ, ഒരു പഴയ ബക്കറ്റൊക്കെ മതി, അതിന് വലിയ ചന്തമൊന്നും വേണമെന്നില്ല. കണ്ടില്ല എൻ്റെ ബക്കറ്റ് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ബക്കറ്റ് എടുത്ത് വെച്ചിരുന്നാൽ ഇത് നമുക്ക് ഓരോന്നിൻ്റെയും ചുവട്ടിൽ കൊണ്ടുവന്ന് ഒഴിക്കാനായിട്ട് സാധിക്കും. അടുത്തെന്ന് വെച്ചാൽ നമ്മുടെ കഞ്ഞിവെള്ളത്തിനകത്ത് അല്ലെങ്കിൽ പച്ചവെള്ളത്തിനകത്ത് നമ്മുടെ വീട്ടിലുള്ളതായ എല്ലാ പച്ചക്കറികളുടെയും വേസ്റ്റ് നമുക്ക് ഇങ്ങനെ ഇട്ട് വയ്ക്കാം. അതൊരു 4-5 ദിവസം ഇരിക്കുമ്പോഴത്തേക്ക് അത് പുളിക്കും. ഇതിപ്പം പഴം കിടപ്പുണ്ട്, പഴകിയ പഴം കിടപ്പുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെ കഴിച്ചതിൻ്റെ ബാക്കി പഴമൊക്കെ ഇരിക്കുന്നത് പിന്നെ ആടോ പശുവൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാടിക്കാലത്തിൽ ഇങ്ങനെ അങ്ങ് ഇട്ടിരുന്നാൽ മതി. അത് നല്ലതുപോലെ അവിടെ നിന്ന് പുളിച്ച് നല്ല ഒരു വളമായിട്ടങ്ങ് മാറും. അങ്ങനെ വെച്ചിരിക്കുന്നതാണിത്. ഇതിപ്പോൾ ഇതിനകത്ത് കുറേ വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് ഓരോന്നിൻ്റെയും ചുവട്ടിൽ കൊണ്ടുവന്ന് ഒഴിക്കാനായിട്ട് സാധിക്കും. അടുത്തെന്ന് വെച്ചാൽ നമ്മൾ മീൻ കഴുകുന്ന വെള്ളം, ഇറച്ചി കഴുകുന്ന വെള്ളം, ഇതൊന്നും വേസ്റ്റാക്കി കളയരുത്. അതുപോലെ നമ്മൾ ഉഴുന്ന് കഴുകുന്ന വെള്ളം, അരി കഴുകുന്ന വെള്ളം, പിന്നെ കടല കഴുകുന്ന വെള്ളം, ഇങ്ങനെ പരിപ്പ് വർഗ്ഗങ്ങൾ കഴുകുന്നതായ വെള്ളം നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരുന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ നമ്മളത്, അല്ലെങ്കിൽ രാവിലെ ആകുമ്പോൾ അത് നമ്മൾ ഓരോന്നിൻ്റെയും ചുവട്ടിൽ കൊണ്ടുവന്നൊഴിക്കാമെങ്കിൽ വളരെയധികം ഗുണം ചെയ്യുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൃഷികളൊക്കെ നല്ല അടിപൊളിയായിട്ട് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ അമൃതപാനി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ മോരിനകത്ത് കായം ഇട്ടിട്ട് നമ്മൾ പുളിപ്പിച്ച് നേർപ്പിച്ച് നമ്മുടെ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതുപോലെ പിന്നെ എന്ന് വെച്ചാൽ നമ്മുടെ ചെടികൾക്കൊക്കെ ഒന്ന് പുക കൊള്ളിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ആ വീഡിയോ ഒക്കെ നിങ്ങളെ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കിയാൽ നമുക്ക് ഈ ലോക്ക്ഡൗൺ സമയത്ത് നമ്മുടെ പച്ചക്കറി കൃഷികളൊക്കെ നമുക്ക് സംരക്ഷിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാം
മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നതായ ഈ വളങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി ഒന്നും നമ്മൾ വേസ്റ്റാക്കി കളയരുത്. ഇതെല്ലാം നമുക്ക് കൃഷിക്ക് ഉപയോഗമാക്കി എടുക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജായ മിനീസ് ലൈഫ് സ്റ്റൈലും കൂടെ ഒന്ന് ലൈക്ക് ചെയ്ത് വിട്ടാൽ അവിടെയും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ യഥാസമയം കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.